ബിഗ് ബോസ് മലയാളം സീസൺ 7 ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാന ദിവസം എത്തി നിൽക്കുന്ന നിമിഷം ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്. ഈവൻ സോഷ്യൽ മീഡിയയിൽ സാധാരണ ആൾക്കാർ മാത്രമല്ല, പ്രേക്ഷകരായിട്ടുള്ളത് മുഴുവൻ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണ്. കഴിഞ്ഞ സീസണുകളും അതിന് മുമ്പത്തെ സീസണുകളിലും ഒക്കെ തന്നെ ഉള്ള എല്ലാ മത്സരാർത്ഥികളും, അതായത് എക്സ് മത്സരാർത്ഥികളെല്ലാം തന്നെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു സീസണെ കുറിച്ചാണ്. അതിൽ തുടക്കമൊക്കെ ഈ PR-ന്റെ കാര്യം ഒരു നെഗറ്റീവായിട്ടാണ് വന്നതെങ്കിലും ഇപ്പോൾ അനുമോളുടെ പേരിലുള്ള ഈ ഒരു PR-നെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ അനുമോൾക്ക് മാത്രമല്ലല്ലോ, എല്ലാവർക്കും PR ഉണ്ടല്ലോ, പിന്നെ അനുമോളെ മാത്രം എന്തിനാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? കാരണം ശരിക്കും ഇവിടെ ആ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു പോയിന്റ് വന്നത് ഈ റീ എൻട്രി വന്നപ്പോഴാണ്. ശരിക്കും റീ എൻട്രി വന്നപ്പോഴാണ് ബിഗ് ബോസിന് റീച്ച് കൂടിയതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ സീസണിൽ ഇത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഈ ഒരു 100 ദിവസത്തിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. റീ എൻട്രി വന്ന് ഈ എവിക്റ്റ് ആയവരെല്ലാവരും കൂടെ ഒന്നിച്ചു വന്നൊരു നല്ല മത്സരം നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചു. അതോടുകൂടി സത്യത്തിൽ ഈ ഒരു സീസൺ ഒന്ന് ഉണർന്നു. സത്യത്തിൽ അതായിരുന്നു സംഭവിച്ചത്. പക്ഷെ ഈ മത്സരാർത്ഥികൾ അവരുടെ സ്വന്തം ജീവിതം അല്ലെങ്കിൽ അവരുടെ സ്വന്തം ഫെയിം എല്ലാം ബലി കൊടുത്തിട്ടാണ് ബിഗ് ബോസിന് റീച്ച് കൊടുത്തതെന്ന് പറഞ്ഞാൽ തെറ്റാൻ സാധ്യതയൊന്നും ഇല്ലല്ലോ, അല്ലേ? അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ കുറേയൊക്കെ ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സെന്റിമെന്റൽ വോട്ട് അല്ലെങ്കിൽ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് പോയി അനുമോൾക്ക് വോട്ട് കൊടുക്കുക, അനുമോൾ ജയിക്കട്ടെ എന്ന് തോന്നുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട്. അത് മാത്രമല്ല, ഒരു കാര്യമുണ്ട്, ഈ പറയുന്ന അനുമോളുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അനുമോളും ഒരു വ്യക്തിയുമായിട്ടൊരു തെറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സീസണിൽ ഏറ്റവും ആദ്യം പറയാനാണെങ്കിൽ ജിസേലും ആര്യനും ഉണ്ട്. പിന്നെ പറയാൻ ഈ ശൈത്യയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അനുമോളുടെ ഭാഗത്താണ് ശരി. പിന്നെ അടുത്തൊരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബിൻസിക്കാണെന്ന് ബിൻസി പറയുന്നത് അനുമോൾ അത്രയും വിളിച്ചു കൂവിയത് കൊണ്ടാണെന്ന് ബിൻസി പറയുന്നു. അതൊരു തെറ്റിദ്ധാരണയാണ്. അതിനു മുന്നേ തന്നെ ബിൻസിയുടെയും അപ്പാനിയുടെയും പേരിൽ ഇത്തരത്തിലുള്ള അലിഗേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശൈത്യയും ആദിലയും ഒക്കെയാണ് അതവിടെ ചർച്ചയാക്കിയത്. അതിനകത്ത് അനുമോൾക്ക് അത്രയധികം പങ്കൊന്നുമില്ല. എങ്കിലും അനുമോളും ആ ടീമിനകത്തുള്ളതാണ്. അനുമോൾ അതിനകത്ത് മാറ്റിയൊന്നും നിർത്തുന്നില്ല. പക്ഷെ ഈ ബിൻസി എവിക്റ്റ് ആയതിനു ശേഷം ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അനുമോള് എവിക്റ്റായ ഒരു മത്സരാർത്ഥിയുടെ പേരെടുത്തിട്ട് അവിടെ സംസാരിച്ചത് അനുമോളുടെ ഭാഗത്തെ തെറ്റ്. അതും വളരെ പേഴ്സണൽ ആയിട്ട് അപ്പാനിയും അനുമോളും അത് സംസാരിച്ച് മാപ്പ് പറഞ്ഞ് സോൾവ് ചെയ്തു. പുറത്ത് വന്നതിന് ശേഷമോ അല്ലെങ്കിൽ വളരെ മാന്യമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു അനുമോൾക്കും ബിൻസിക്കും ഇടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പോയവരെല്ലാവരും കൂടെ തിരിച്ചു വന്നിട്ട് അവരുടെ ഒക്കെ പേഴ്സണൽ ഗ്രഡ്ജസും പിന്നെ PR കൊണ്ട് അനുമോൾ ജയിക്കാൻ പോകുന്നു എന്ന ഒരു വലിയൊരു ന്യൂസ് പറക്കിക്കൊണ്ട് വന്നതും പിന്നെ അതിനുശേഷം ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഒന്ന് നന്നായിട്ടൊന്ന് നിന്ന് മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയില്ല. അപ്പം ഈ അവസരം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രസ്ട്രേഷനും ഈ ഒരു ബിഗ് ബോസിൽ മത്സരിക്കാൻ പറ്റാതെ പോയതിൻ്റെയും അനുമോൾ ജയിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു അസൂയയും കുശുമ്പും എല്ലാം കൂടെ ചേർത്ത് അനുമോളുടെ നേരെ പോയി പബ്ലിക്കായിട്ട് ഇത്രയും പേര് കണ്ടോണ്ടിരിക്കെ ഇതെല്ലാം കൊണ്ടുപോയി ഇട്ടുകൊടുത്തപ്പോ ശരിക്കും പറഞ്ഞാൽ ക്രൂശിക്കപ്പെടുന്നത് അനുമോൾ ആയതുകൊണ്ട് തന്നെ അവസാന നിമിഷം അത് അനുമോൾക്ക് മാത്രമുള്ള ഒരു സപ്പോർട്ടായി മാറി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ വ്യക്തി അനുമോളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ വ്യക്തികളിലൊക്കെ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അനുമോളുടെ ഭാഗത്ത് ശരികളും ഉണ്ട്. പക്ഷെ ഈ പറയുന്ന ശരികളെ കുറിച്ച് ഒന്നും പറയാതെ എവിക്റ്റായി പോയവരെല്ലാവരും അനുമോളെ മാത്രം തെറ്റുകാരിയാക്കിയപ്പോഴത്തേക്കും കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് അനുമോൾ മതി ശരിയായിട്ട്, അനുമോളുടെ ഭാഗത്തേ ശരിയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ പറയുന്ന എവിക്റ്റായി പോയ മത്സരാർത്ഥികളാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് വരികയാണെങ്കിൽ ആദില ഇങ്ങനൊരു അവസ്ഥ ആദില ഫേസ് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. ഈ പറയുന്ന ഈ റീ എൻട്രി കാണിച്ച ആൾക്കാർ ഇത്രയും നെഗറ്റീവ് ആക്കണ്ടായിരുന്നു, അത്രയും ബാഡ് ഇൻഫ്ലുവൻസ് ആദിലയ്ക്കും നൂറയ്ക്കും ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു. കാരണം അനുമോളെ ആണ് അവര് ഇത്രയും നെഗറ്റീവ് ആക്കാൻ നോക്കുന്നതെങ്കിലും ഞാൻ ഓൾറെഡി പലതവണ പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ ഇവിടെ ബലി കൊടുക്കാൻ നോക്കിയത് ആദിലിനെയും നൂറേനെയാണ്. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ജീവിക്കുന്ന വളരെയധികം പ്രോബ്ലംസ് ഓൾറെഡി ഫേസ് ചെയ്തിട്ടുള്ള 2 പേരാണ്. അവരും പെൺകുട്ടികളുമാണ്. അവരെ എടുത്ത് ഇതിനകത്ത് നെഗറ്റീവ് ആക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തതും ഈ പറഞ്ഞ ശൈത്യയും ബിൻസിയും ഒക്കെ തന്നെയാണ്. അതിനും സത്യം പറഞ്ഞാൽ അതിന് കാരണക്കാരിയായി മാറാൻ അവരുടെ ഒരു ഗതികേട് വന്നുപോയി സത്യം. അപ്പോൾ എന്തായാലും ശരി, റീ എൻട്രി വന്നവരൊക്കെ തിരിച്ചുപോയി. ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് ഒന്ന് ശൂന്യമായിട്ടുണ്ട്, ശാന്തമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇന്ന് രാവിലെ ലൈവിൽ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നേ സീരിയൽ ഗ്രാമ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ കുറച്ച് ഷൗട്ട് ചെയ്ത് പറയുന്നു എന്നൊരു കമന്റ് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമം തോന്നി. അങ്ങനെയൊന്നും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് ബിഗ് ബോസിനെ കുറിച്ചുള്ള റിവ്യൂവിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തതല്ല.
ബിഗ് ബോസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ മിനിസ്ക്രീൻ ചാനൽ എന്നാണ്. നിങ്ങൾ ചാനലിൽ കയറി നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഇതൊരു മിനിസ്ക്രീൻ ചാനലാണ്. ഇതിൽ ഒരുപാട് എന്റർടൈൻമെന്റ്സ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ അനീഷ് സ്ഥിരം പോലെ തന്നെ യൂഷ്വലായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളായിട്ട് അനീഷ് രാവിലെ എഴുന്നേൽക്കുന്നു, പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നു, സുപ്രഭാതം പറയുന്നു, എല്ലായിടവും വന്ന് നോക്കുന്നു, ഭയങ്കരമായിട്ടും ആ ഒരു ബിഗ് ബോസ് ഹൗസിനെ ചെർച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഷാനവാസും അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഫ്രഷ് ആകുന്നു. ഷാനവാസിന്റെ കാര്യം നോക്കുന്നു. അക്ബർ ഭയങ്കര ശോകം. അക്ബർ ചായയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പാനിയൊക്കെ പോയതിന്റെ ഒരു വിഷമമുണ്ട്, അപ്പാനിയൊക്കെ വീണ്ടും കണ്ടതിന്റെ വിഷമമുണ്ട്. പിന്നെ അക്ബറിന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഭാരം ഇറക്കി വെച്ചിട്ടാണ് ഇവരെല്ലാവരും പോയത്. കാരണം അക്ബറിന് ഇപ്പൊ അറിയില്ല പുറത്ത് തന്റെ ഭാര്യ എന്താണ് ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. അക്ബർ ആ ഒരു ടെൻഷൻ അക്ബറിന്റെ മുഖത്തുണ്ട്. പുറത്ത് തനിക്ക് നെഗറ്റീവ് ആണോ, അനുമോളിന്റെ PR-ഉം എല്ലാവരും കൂടെ ചേർന്ന് തന്നെ അവിടെ കരിവാരി തേച്ചോ, അതുകൊണ്ടാണോ ഇവർ ഇത്രയും സിമ്പതി കാണിക്കുന്നത്, അതിന്റെ ദേഷ്യമാണോ അനുമോളോട് ഇവരൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ അക്ബർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ നെവിൻ ശരിക്കും പറഞ്ഞാൽ നെവിൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. ഇനി പോകുന്നത് താനായിരിക്കും എന്നൊരു പേടി നെവിനെ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നെവിൻ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരെ ഒക്കെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് നെവിന് ഒരു മോട്ടിവേഷൻ കിട്ടുന്നത്. അതനുസരിച്ച് നടക്കുകയാണ്. നൂറ ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഒപ്പം, അല്ലെങ്കിൽ നൂറ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയി ആ ഒരു ബിഗ് ബോസ് ഹൗസ് ഒക്കെ ഒന്ന് ചെർച്ച് ചെയ്ത് വളരെ കൂൾ ആൻഡ് നോർമൽ ആയിട്ടൊക്കെ തന്നെയാണ് നൂറയുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത്. അനുമോളുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് കരഞ്ഞ് തളർന്ന് മുഖം എല്ലാം വീങ്ങി ഒരുമാതിരി ഇരിപ്പുണ്ട്. പുള്ളിക്കാരിക്ക് ഇപ്പം ആരെയും ഫേസ് ചെയ്യാൻ പോലും ഒരു ചളുപ്പുണ്ട്. നൂറ, അനീഷ്, അക്ബർ ഇവരെ 3 പേരെയും ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് അത് അനുമോളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടാസ്ക്കാണ്. ഇത്രയും ദിവസം ഇവരെ 3 പേരെയും അധികമൊന്നും അവരുടെ മുന്നിൽ പോയി പെടേണ്ട വരത്തില്ല. എന്ന് വെച്ചാൽ മാക്സിമം ഒഴിഞ്ഞു മാറുക എന്നുള്ളത് അനുമോൾ നോക്കിയിരുന്നു, വഴക്കുണ്ടാകാതിരിക്കാൻ. പക്ഷെ ഇന്നത്തെ ദിവസം ഇവരൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി മിണ്ടണോ, എന്ത് പറയണം, നൂറയെടുത്ത് മിണ്ടണോ? നൂറയെ അങ്ങേയറ്റം നൂറയെ വളരെ വിഷമത്തോടു കൂടി അനുമോള് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ അവസാന ദിവസം അത് അവർ ആ ഒരു മോർണിംഗ് സോങ് കഴിഞ്ഞപ്പോൾ തന്നെ അനുമോള് നൂറയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഒന്നും നോക്കുന്ന കൂടിയില്ലല്ലോ, നൂറയ്ക്കൊന്നും ഒരു സ്നേഹവും ഇല്ലായിരുന്നോ എന്നൊക്കെ ആയിരിക്കാം അനുമോള് ചിന്തിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവര് മറ്റൊരു വലിയൊരു സംഭവം എന്ന് പറയുന്നത്, അനീഷ് ഇവരെല്ലാവരും പൊയ്ക്കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസം അനുമോളടുത്ത് നോക്കുകയോ മിണ്ടുവോ ഒന്നും ചെയ്യാതിരുന്ന അനീഷ് ഇന്ന് പക്ഷെ രാവിലെ അനുമോളെ ചായ കുടിച്ചോ, അനുമോള് വല്ലതും കഴിച്ചോ, ആഹാരമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അനുമോള് കഴിക്കണേ, ഇതൊക്കെ വന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയുമെങ്കിലും അനീഷ് അത് പറഞ്ഞല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷമാണ് തോന്നിയത്. കാരണം അനീഷിന്റെ ഒരു ഗുഡ് ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ഇത്രയും ദിവസത്തിന്റെ ഇടയിൽ അനീഷ് അനുമോൾക്ക് സപ്പോർട്ട് പറയുന്നതാണെങ്കിലും അനുമോളടുത്ത് പോയി മിണ്ടിയാലും രഹസ്യമായിട്ട് മിണ്ടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. അങ്ങനെ മറ്റുള്ളവർ ആരെന്തായാലും ശരി കാണും. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുൻഷിയാണെങ്കിലും കളിയാക്കും. അപ്പൊ അത്തരത്തിലൊരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനാണ് അനീഷ് അനുമോളടുത്ത് മിണ്ടാതിരുന്നതെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ അനീഷ് പോയി അനുമോളടുത്ത് മിണ്ടുന്നുണ്ട്. പിന്നെ ഷാനവാസും നെവിനും ഒക്കെ എന്തായാലും അനുമോളടുത്ത് മിണ്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതേണ്ട ഒരു സീരിയൽ പ്രൊമോഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സീരിയൽ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു നല്ലൊരു ചില്ലിലൊക്കെ ഇരിക്കുകയാണ്. ഇങ്ങനെ സമയം കുറച്ച് പെട്ടെന്ന് പോയി കിട്ടാൻ അവർക്ക് ഇതൊക്കെ തന്നെ ധാരാളം. ഏതായാലും ശരി, ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും അടുത്ത ഒരാൾ കൂടെ എവിക്റ്റായി മൊത്തത്തിൽ ഒരു 5 പേർ മാത്രമായിട്ട് ആ വീട് ചുരുങ്ങും, ഒതുങ്ങും, അവസാനം ഫിനാലെ ആയിരിക്കും. സോ നമുക്ക് കാത്തിരിക്കാം. അതുപോലെ തന്നെ സീരിയൽ ഗ്രാൻഡ് നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഞാൻ പോയി വരാം. ബൈ.